സാധനം തരാൻ വന്നതാ. പാത്രം എടുത്തു. അടിപൊളി. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത് കഴിക്കുന്നത് കേട്ടോ. ഈ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. നമുക്കിന്നൊരു നല്ല കിടുക്കാച്ചി, നല്ല കിഡിലൻ ഒരു ബ്രെയിൻ കറി വെക്കണം. എന്തിന്റെ ബ്രെയിൻ ആണെന്ന് അറിയോ? കോക്കനട്ടിന്റെ ബ്രെയിൻ, അതായത് തെങ്ങിൻ ചോറ് എന്ന് പറയും. ഓക്കെ, ഇന്നുവരെ ആരും ചെയ്തിട്ടില്ലാത്തതായിരിക്കും. അപ്പം നമുക്ക് ഇന്ന് തെങ്ങിൻ ചോറിന്റെ കറി വെക്കാൻ പോവാണ്. നല്ലൊരു ചട്ടി നമ്മൾ ഇതിനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങാക്കൊത്താണ് ഇടേണ്ടത്. ആ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് തേങ്ങാക്കൊത്തിന് നല്ല ബ്രൗൺ കളറായി കഴിയുമ്പം നമ്മൾ അതിനെ കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അത് ഏകദേശം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതങ്ങ് കോരാം. ഇനി നമുക്ക് ഇഞ്ചി ഒരു 2 സ്പൂൺ. അതിനകത്ത് നമുക്കിപ്പം ഇട്ടേക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. നല്ല തിളച്ച് മറിഞ്ഞ് നിൽക്കുക. ആരും അധികം ഉണ്ടാക്കിയിട്ടില്ല. കാരണം വലിയൊരു പ്രയാസമുള്ളൊരു പരിപാടിയാണിത്. മറ്റുള്ള സാധനങ്ങളൊക്കെ ഒപ്പിച്ച് ചെയ്യുന്നത് പോലല്ല. അതുകൊണ്ട് ഇത് വളരെ നല്ല രുചിയുള്ള, നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഒരു കറിയാണിത്. ഇത് തെങ്ങിൻ്റെ ബ്രെയിനാണ്, അല്ലെങ്കിൽ തെങ്ങിൻ്റെ മണ്ട എന്ന് നമ്മൾ പറയും. ആ തെങ്ങിൻ്റെ മണ്ട വെച്ചുള്ള കറിയാണിത്. ഇത് ഇറച്ചിക്കറി വെക്കുന്നത് പോലെ തന്നെ നമ്മളിത് കറി വെക്കുന്നത്. ഉള്ളി പച്ചമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി കൊടുക്കണം. ഇത് അടുത്തിന് നമ്മുടെ മഹാൻ ചായ ഇടുക കേട്ടോ. അമ്മയ്ക്കും പപ്പായ്ക്കും തരാൻ വേണ്ടി ചായ ഇടുക. ഞങ്ങളെ ഫ്ലൈറ്റാണ് ഈ കിടക്കുന്നത് മക്കളെ. നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾ പൊടി ഇടാം. ഒരുപാട് ഇടേണ്ട കാര്യമൊന്നുമില്ല. ഒരു 1/4 സ്പൂൺ നമുക്ക് ഒന്ന് ഇളക്കി. നല്ല കാശ്മീരി മുളക് പൊടിയാണേ. ഒരു 1.5 സ്പൂൺ മതി. മല്ലിപ്പൊടി എന്തി 1 സ്പൂണ് മല്ലിപ്പൊടി. പിടിക്കാം. നല്ലൊരു പരുവായതിനു ശേഷം നമുക്കിതിനകത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇത് നല്ലൊരു പരുവായതിനു ശേഷം നമുക്കിതിനകത്തോട്ട് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഇതാണ് സാധനം, തെങ്ങിൻ ചോറ്, അതല്ലെങ്കിൽ തെങ്ങിൻ്റെ ബ്രെയിൻ, തെങ്ങിൻ്റെ മണ്ട എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് നോട്ടിട്ട് കൊടുക്കണം. അടിപൊളി കിട്ടും. ഇത് ഇറച്ചി മസാലയാണ്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഒരു പരുവ. ഇതിന് നല്ല വേവുള്ളതാണ്. ഇതിന് എങ്ങനെ ആയാലും ഒരു അരമണിക്കൂറിൽ കുറയാതെ
ഇത് വെന്തേ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് നല്ല വേവുണ്ടായിരുന്നു. നമ്മൾ ചിന്തിക്കുന്ന പോലെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു സാധനമല്ല. എന്നാൽ വെന്ത് കഴിഞ്ഞാൽ നല്ല മയമായി കഴിക്കാൻ. ഒന്ന് കഴിച്ചാലേ ഇതിൻ്റെ ഗുണം അറിയാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും ഇത്. ഇത് നമ്മൾ ആദ്യമേ വറുത്ത് കോരി വെച്ച തേങ്ങയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറി ആയിരിക്കും ഇത്. കാരണം നമ്മുടെ ഈ കൽപ്പവൃക്ഷം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കേരളത്തിന്റെ ദേശീയ വൃക്ഷം എന്ന് പറയുന്നത് തെങ്ങാണ്. ഓക്കെ, അപ്പോൾ ഈ ദേശീയ വൃക്ഷത്തിന്റെ ഏറ്റവും നല്ല ഒരു ഭാഗമാണ് ഇതിന്റെ ചോറെന്ന് പറയുന്ന, ബ്രെയിൻ എന്ന് പറയുന്ന സംഭവം. ഇതുകൊണ്ടാണ് നമ്മൾ കറി വെച്ചിരിക്കുന്നത്. ഏറ്റവും സുന്ദരമായ, ഏറ്റവും മനോഹരമായ, ഏറ്റവും നല്ല കറിയാണ് ഈ കറി. നമുക്കൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ. 3-4 പേരെ കൊണ്ട് നമുക്ക് കഴിപ്പിക്കുകയും വേണം. ഇനി നമ്മൾ ലാസ്റ്റ് പരിപാടിയിലേക്കാണ് കടക്കുന്നത്. നമുക്കൊന്ന് കടു വറുത്ത് ഒഴിക്കണം. കടു വറക്കാൻ വേണ്ടി ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നിർത്തിക്കോ. കടുക് അങ്ങോട്ട് താളിച്ച് ഒഴിക്കുകയാണ്. അപ്പം കേരളത്തിന്റെ വൃക്ഷമായ തെങ്ങ്, കൽപ്പവൃക്ഷം, ആ തെങ്ങിന്റെ ഒരു ഭാഗം പോലും കളയാനില്ല. അതുകൊണ്ട് അതിന്റെ മണ്ടയിൽ നമ്മൾ ഏറ്റവും നല്ല ഒരു ഇറച്ചിക്കറി പോലെ നമ്മൾ വെച്ചിരിക്കുകയാണ്. ആ തെങ്ങിന്റെ കറി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നമ്മളിപ്പോ വന്നിരിക്കുന്നത് സാം കൂടൽക്കാരന്റെ വീട്ടിലാണ്. സാം കൂടൽക്കാരന് ഇത് കഴിച്ചിട്ട് എന്ത് അഭിപ്രായം പറയുമെന്ന് നോക്കാം. നമ്മുടെ സാം കൂടൽക്കാരൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. കൊള്ളാമെങ്കിൽ ഒരു അഭിപ്രായം കൂടെ നമുക്ക് കേൾക്കാമല്ലോ. ശരി, ചീമച്ചക്ക കൂട്ടൊക്കെ ഇരിക്കും. ചീമച്ചക്ക കറി വെക്കുന്ന നമുക്ക് ഇരിക്കുകയാണ്. പക്ഷെ ടേസ്റ്റ് എന്താ നമ്മുടെ എന്താ വെജിറ്റബിള് കിഴങ്ങ് കിഴങ്ങല്ല, കിഴങ്ങിന്റെ അതായത് ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു ടേസ്റ്റ്. അതാണ് പുതിയൊരു എക്സ്പീരിയൻസ്. അതെ അതെ, എന്തായാലും ജീവിതത്തിൽ ആദ്യമായിട്ട് അത് കഴിക്കുന്നത് കേട്ടോ. ഈ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. ഞങ്ങളൊരു സാധനം തരാൻ വന്നതാ. പാത്രം എടുത്തു. നോക്കണ്ടത് എന്താ സുമി? നോക്കിക്കേ, തുറന്നു നോക്കി. എന്തോ ആഹാരം വന്നല്ലോ ഇത്. തുറന്നു നോക്ക്, ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറ. ആഹാ, ഇതെന്തോ ഇത്? എന്തോ മണമായി. ഇറച്ചിക്കറിയാന്നോ? ടേസ്റ്റ് ചെയ്തിട്ട് എന്തുവാ നോക്കട്ടെ സംഗതി. എന്തോ നോക്കട്ടെ. ഇതെന്തോ കുമ്പളാന്നോ? സൂപ്പറാന്നല്ലോ ഇത്. ഇതെന്തോന്ന് മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. ഇതെന്തോന്ന് പറഞ്ഞ? ഞാൻ ഇത് കൂട്ടിയിട്ടില്ല. ഇത് തെങ്ങിന്റെ മണ്ട, അല്ലെങ്കിൽ തെങ്ങിന്റെ ബ്രെയിനോ, അല്ലെങ്കിൽ തെങ്ങിൻ ചോറോ ഒക്കെ നമുക്ക്. ആഹാ, സൂപ്പർ. ഞാൻ ഇതുവരെ ഈ സാധനം കഴിച്ചിട്ടില്ല. എങ്ങനെയുണ്ട് ഇത്? അടിപൊളിയാ. ആഹാ, ഇത് മാന്റെ ഇറച്ചിയാണോ? മാന്റെ ഇറച്ചി ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കുന്നത്.
തെങ്ങിന്റെ മണ്ട എടുത്ത് പച്ചയ്ക്ക് നിന്നിട്ടേ ഉള്ളൂ. ആ എടാ ഇത് എന്റെ ആയുസ് കൂടെ നല്ലപ്പോ കാണുക. എനിക്ക് 89 വയസ്സം, പക്ഷെ ആയുസ് കൂടെ നല്ലപ്പോ കാണുക 20 തരി. ബൈജു ഇത് ആരാ ഉണ്ടാക്കിയത്? ഞങ്ങളാ ഉണ്ടാക്കി. സുമിയാണോ? ഞാനല്ല, വൈദ്യരാ. ആന്നോ? അയ്യോ ഇതെന്തോ സൂപ്പറാ ഇത്. കുമിളിന്റെ തീയല് പോലെ. കുമ്പളന്റെ അതേ ഇനി ഇതിന്റെ റെസിപ്പികൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ, ഞങ്ങൾക്ക് ഇടാല്ലേ? ഞങ്ങളുടെ പപ്പ പോലും കൂടിയിട്ടില്ല ഇത്രയും പ്രായമായിട്ടും. അടിപൊളി. അത്ര അടിപൊളി എന്ന് പറഞ്ഞാൽ ഇതുപോലെ കൂട്ടിട്ടേ ഇതുവരെ. താങ്ക് യു